ഹാൻഡ്സ് ഓൺ സപ്പോർട്ട് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീക്കിൽ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു നിഫ്റ്റിയുടേത്. അതെല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അതിൽ കൊടുത്തിരിക്കുന്ന എല്ലാ ലെവലുകളും അന്ന് നിഫ്റ്റി റെസ്പെക്റ്റ് ചെയ്തിരുന്നു. ആഫ്റ്റർ ദാറ്റ് ടൈം കിട്ടാത്തത് കൊണ്ടാണ് ഇനിയും കൂടുതൽ ശ്രമിക്കുന്നതായിരിക്കും. ടൈം കിട്ടിയാൽ ചെയ്യുന്നതായിരിക്കും. ഇന്ന് നമുക്ക് നിഫ്റ്റിയുടെ ലെവൽസും ഗ്ലോബൽ മാർക്കറ്റിൻ്റെ ട്രെൻഡൊക്കെ വെച്ചിട്ടൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. കഴിഞ്ഞ ദിവസം ഒരു ചെറിയൊരു ബ്രേക്ക് ഔട്ട് നിഫ്റ്റിയുടെ ഇതിൽ കണ്ടിരുന്നു. നിങ്ങൾക്ക് കാണാം, ഇതിവിടെ ഒരു ചെറിയൊരു ലോവർ ഹൈ നടന്നിട്ട് അതൊരു ബ്രേക്ക് ഔട്ടിലേക്ക് പോയിരുന്നു. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ബ്രേക്ക് ഔട്ട് നടന്നിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടാണ് അതൊരു ചെറിയൊരു ഫ്ലാഗ് ആൻഡ് ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ മോഡലാണ്. ഐ എം സോറി, കപ്പ് ആൻഡ് ഹാൻഡിൽ മോഡലാണ്. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ ആ ഒരു ചെറിയൊരു കപ്പ് ആൻഡ് ഹാൻഡിൽ സ്മോൾ ടൈം ഫ്രെയിമിൽ കണ്ടിരുന്നു. ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് കണ്ടിരുന്നു. ലൈക്ക് വൈസ് 23,470. ഇവിടെ ഒരു ചെറിയൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. അത് ഞാൻ അന്ന് മിസ് ചെയ്തു. ഇൻസ്റ്റെഡ് ഓഫ് ഞാൻ ഇവിടെയായിരുന്നു അതിൻ്റെ ടാർഗറ്റ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഫൈൻഡ് ചെയ്തിരുന്നത്. 23,536 ആയിരുന്നു മെൻഷൻ ചെയ്തിരുന്നത്. ആക്ച്വലി ഇതായിരുന്നു അതിൻ്റെ റെസിസ്റ്റൻസ് 23,516 റേഞ്ചിൽ. അപ്പോൾ ആ ഒരു മാർക്കറ്റ് കണ്ടീഷനിൽ ആ ഒരു ലെവലിൽ കുറേ ടൈമിൽ നിഫ്റ്റി ഇവിടെ ട്രേഡ് ചെയ്തിരുന്നു. അതിനുശേഷമാണ് അതിൻ്റെ ഒരു നമ്മുടെ മോണിറ്ററി പോളിസിയൊക്കെ വന്നതിന് ശേഷമാണ് ഈ ഒരു ഫാള് നിങ്ങൾ കണ്ടിരിക്കുന്നത്. അതിന് ഇവിടെ ഒരു സപ്പോർട്ട് നമുക്ക് 23,340 330 റേഞ്ചിലൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതും അതിനുശേഷം ബ്രേക്ക് ചെയ്തിട്ടാണ് താഴോട്ട് വന്നത്. ഇവിടെ ഒരു ക്രൂഷ്യലായിട്ട് കാണുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരുന്നു അന്നത്തെ നിഫ്റ്റിയുടെ സപ്പോർട്ട്. മീൻസ് 2 ഡേയ്സിലുണ്ടായിരുന്ന നിഫ്റ്റിയുടെ റൈസിങ് ചാനൽ എന്ന് പറയുന്ന ഒരു ചെറിയൊരു സപ്പോർട്ട്, ഹയർ ലോ ഫോർമേഷൻ അത് അന്ന് ബ്രേക്ക് ചെയ്തു. അത് നമ്മൾ ക്ലോസിംഗ് ബേസിസിലും ബ്രേക്കിങ്ങിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ട്രെൻഡ് ആക്ച്വലി ഒരു നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ആ ട്രെൻഡ് നെഗറ്റീവിൽ ക്ലോസ് ചെയ്തതും അത് കഴിഞ്ഞിട്ട് വന്ന ഗ്ലോബൽ മാർക്കറ്റ് സെൽ ഓഫും നിങ്ങൾ കണ്ടിരിക്കും. ഈവൺ മോസ്റ്റ്ലി ക്രൂഡ് ഓയിൽ ഫാൾ ചെയ്യുന്ന സമയത്ത് ഗോൾഡും സിൽവറൊക്കെ റൈസ് ചെയ്യാറാണ് പതിവ്. പക്ഷേങ്കിൽ അന്ന് മോർണിംഗ് തന്നെ ഗോൾഡ് സിൽവറൊക്കെ സെല്ലായിരുന്നു, സെൽ ഓഫ് നടന്നുകൊണ്ടേയിരിക്കുമായിരുന്നു. ഈവൺ ഞാൻ പല ഗ്രൂപ്പിലൊക്കെ അത് മെൻഷൻ ചെയ്തിരുന്നു. ഗോൾഡ് സെല്ലൊക്കെ 4480 45 120 ആ റേഞ്ചിലൊക്കെ ഞാൻ മെൻഷൻ ചെയ്തതാണ്. ഈവൻ ഇത് ടാർഗറ്റ് ഒരു 4306 ആ റേഞ്ചായിരുന്നു ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിരുന്നത്. 43,111 റേഞ്ചിൽ അത് ക്ലോസ് ചെയ്തു. ഇത് ലോ ടച്ച് ചെയ്തു. എന്നിട്ട് ചെറിയൊരു ബൗൺസിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈവൺ ക്രൂഡ് ഓയിലൊക്കെ അതൊരു പാറ്റേൺ, ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേണിൽ വന്നിട്ട് ഡൗൺ ആയിരുന്നു. അപ്പോൾ മൊത്തത്തിൽ തന്നെ ഒരു സെൽ ഓഫ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഈവൺ ആഫ്റ്റർ ദാറ്റ് നിഫ്റ്റി ക്ലോസ് ചെയ്തതിന് ശേഷം ഗിഫ്റ്റ് നിഫ്റ്റിയും ഗ്ലോബൽ മാർക്കറ്റും ബ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മൺഡേയിലും ഒരു നെഗറ്റീവ് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ ലെവലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ 23 ഈ കറണ്ട് ലെവൽ 23,340 330 ബിലോ നമ്മൾ വീക്കാണ്. അതിന് താഴെ നമുക്കൊരു ചെറിയ സപ്പോർട്ട് വരുന്നത് 23,278 റേഞ്ചാണ്. അതിന് താഴെ ഇതൊരു ക്രൂഷ്യൽ റേഞ്ചാണ്. മീൻസ് 23,220 216 ഒരു വളരെ ക്രൂഷ്യലാണ് നിഫ്റ്റിക്ക്. ഇത് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. ഈ ഒരു ഫാള്, ഇവിടെ ഒരു ഫോർമേഷൻ, ഇങ്ങനെയാണ് ഇതിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇതിന് താഴെ വരുമ്പോൾ. അപ്പോൾ ഇത് ഇൻവെർട്ടഡ് ഫ്ലാഗ് ആൻഡ് പോൾ ഫോർമേഷനാണ് വന്നിരിക്കുന്നത് ഇതിന് താഴെ പോകുമ്പോഴേക്കും. അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് എക്സ്പെക്റ്റഡ് ടാർഗറ്റ് ഇതാണ്. മീൻസ് 23,144 റേഞ്ചാണ്. അതിന് താഴെ നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് ഇവിടെയുള്ളൊരു ടാർഗറ്റ് എക്സ്പെക്റ്റ് ചെയ്യാം. ദാറ്റ് ഈസ് 23,066 റേഞ്ച് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഇതൊരു ചെറിയൊരു സപ്പോർട്ട് മാത്രമായിരിക്കും. പക്ഷേങ്കിൽ ഈ ഒരു ലെവൽ വെച്ചിട്ട് ഇത് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അതിന് താഴെ നമ്മൾ പോവുകയാണെങ്കിൽ ഇതായിരിക്കും നമ്മളുടെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത്. ഒരു 23,006 to 16 റേഞ്ച് ആയിരിക്കും നമുക്കുള്ള ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ 23,000 ആ റേഞ്ചിൽ നമ്മൾ എത്തും എന്നാണ് ഇത് കാണിക്കുന്നത്. ആ ഫ്ലാഗ്, ഇൻവെർട്ടഡ് ഫ്ലാഗ് ബ്രേക്ക് ഡൗൺ ആയിക്കഴിഞ്ഞാൽ.
അത് കൂടാതെ തന്നെ അതിൻ്റെ താഴെ പോവുകയാണെങ്കിൽ നമുക്ക് ബിഗ് ഒരു സെൽ ഓഫ് തന്നെ കാണാൻ പറ്റും. അതൊരു 4 അവർ. ഇത് നിങ്ങൾ ലൈൻസ് ഒന്നും ചെക്ക് ചെയ്യേണ്ട, കാരണം അതൊക്കെ ഞാൻ ട്രേഡ് ചെയ്യാൻ വേണ്ടി വരച്ചിരിക്കുന്നതാണ്. അത് ചേഞ്ചസ് ചെയ്ത് കഴിഞ്ഞാൽ വരച്ചെടുക്കാനൊക്കെ വലിയ ടൈം എടുക്കും. അതുകൊണ്ട് ഞാനത് കീപ്പ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. 4 അവറിൽ നമ്മളിത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിന് താഴെ ഒരു 22,880 820 റേഞ്ചിലാണ് ഇതിൻ്റെ സപ്പോർട്ട് നമ്മൾ കാണുന്നത്. അതിന് താഴെ ഒരു 1 ഡേ ടൈം ഫ്രെയിമിൽ 22,770 റേഞ്ചിൽ ചെറിയൊരു സപ്പോർട്ടുണ്ട്. പിന്നെ അതിന് താഴെ കാണുന്നത് 22,600 റേഞ്ചാണ്, 610. ദെൻ 22,480 ആൻഡ് 470 റേഞ്ചിലാണ് സപ്പോർട്ട് കാണിക്കുന്നത്. അപ്പോൾ ഈ 23,000 വെരി ക്രൂഷ്യൽ ആണ് ഇൻട്രാഡേ ബേസിസിൽ മൺഡേ. ഈവൺ സെൽ ഓഫ് കാണുകയാൽ തന്നെ 23,200 റേഞ്ചിൻ്റെ താഴെയോ മറ്റോ കാണുകയാണെങ്കിൽ നമുക്ക് ബ്ലൈൻഡായിട്ടൊന്ന് ഷോർട്ട് ചെയ്യാനും ഒരു പുട്ട് ഓപ്ഷൻസ് ഒക്കെ വാങ്ങിക്കാൻ പറ്റും. മീൻസ് അറൗണ്ട് ഓപ്പണിംഗ് ടൈമിൽ ഒരു 23,200 റേഞ്ച് 220 റേഞ്ചിലൊക്കെ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അതിന് താഴോട്ടൊന്ന് മൂവ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു സെല്ല് എടുക്കുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കും. ഡൗൺ സൈഡ് ടാർഗറ്റൊക്കെ നല്ലപോലെ കാണുന്നുണ്ട്. ഇതാണ് ഈ നിഫ്റ്റിയുടെ വ്യൂ. അതിന് നമുക്ക് അപ്സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഒരു 23,427 25 റേഞ്ച് 20 റേഞ്ച് ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ്. അതിന് മുകളിൽ പോവുകയാണെങ്കിൽ 23,486, അത് കഴിഞ്ഞ് നമുക്ക് 23,536 അല്ലെങ്കിൽ ഇത്രയും ഒരു 550 റേഞ്ച് എന്നൊക്കെ പറയുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ്, ഒരു ഷോർട്ട് സൈഡ് കൂടുതൽ നടക്കുന്ന ഒരു റെസിസ്റ്റൻസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ നിഫ്റ്റിയുടെ ലെവൽസുകൾ. നമുക്കൊരു ബാങ്ക് നിഫ്റ്റി കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി ലാസ്റ്റ് വീഡിയോയിലൊക്കെ ഞാൻ നല്ലപോലെ മെൻഷൻ ചെയ്തത് വളരെ സ്ട്രോങ് ആണ് എസ് കൺസിഡർ ടു നിഫ്റ്റി. ഇത് 54,450 എബോവ് ഞാനതിൻ്റെ ടാർഗറ്റ് 54 ഇത്ര കൊടുത്തിരുന്നു, 54,800 റേഞ്ചൊക്കെ കൊടുത്തിരുന്നു. അത് നമ്മൾ അന്ന് മീറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ ബ്രേക്ക് ഔട്ട് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ബ്രേക്ക് ഔട്ട് അതൊരു 54,000ൻ്റെ മുകളിലാണ്. അതിൻ്റെ മുകളിൽ പോവുകയാണെങ്കിൽ നമ്മൾ ടാർഗറ്റ് ഇതായിരുന്നു 54,450 460 റേഞ്ച്, ദെൻ 54,820 to 900 റേഞ്ച് ആയിരുന്നു. ഇപ്പോഴത്തെ ലെവൽ വെച്ചിട്ട് ഇതൊരു റെസിസ്റ്റൻസ്, ഇവിടെയൊക്കെ റെസിസ്റ്റൻസ് ആണ്, കൂടുതൽ റെസിസ്റ്റൻസുകളാണ് നമുക്കുള്ളത്. ഒരു 960 റേഞ്ചിൽ റെസിസ്റ്റൻസ് ഉണ്ട്, ഒരു 55,130 റേഞ്ചിൽ റെസിസ്റ്റൻസ് ഉണ്ട്. ഇതൊക്കെ ഒരു സെൽ ഓഫ് നടക്കാൻ ചാൻസസ് കൂടുതലുള്ള സ്ഥലമാണ്. ഇതിൻ്റെ മുകളിൽ നമ്മൾ 130 140യുടെ മുകളിൽ കയറി പോയി കഴിഞ്ഞാൽ നമുക്കൊരു 55 ഒരു 600 റേഞ്ചിലേക്ക് മാർക്കറ്റ് പോകുന്നത് കാണാം. അതുകൂടാതെ തന്നെ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ടും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. 1 അവർ ചാർട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ W പാറ്റേൺ ഫോർമേഷനാണ് ഇത് നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരു W പാറ്റേൺ ഫോർമേഷൻ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലുള്ള ഈ ടാർഗറ്റ് നമുക്ക് കാണാം. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ വലിയൊരു ബ്രേക്ക് ഔട്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ഈ ഒരു ഫോർമേഷൻ വെച്ച് നോക്കുമ്പോൾ. അതല്ല താഴോട്ടാണ് വരികയാണെങ്കിൽ നമുക്ക് സപ്പോർട്ട് ഇതാണ് 53,920 930 റേഞ്ചാണ്. അതിന് താഴെ വരികയാണെങ്കിൽ ഈ ഒരു റേഞ്ച് സപ്പോർട്ടായിരിക്കും 53,600 620 റേഞ്ച്. അതിലും താഴെ ഒരു സ്ട്രോങ് സപ്പോർട്ട് എന്ന് തന്നെ പറയുന്ന രീതിയിൽ തന്നെ ഈ ഒരു ലെവൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. മീൻസ് ഒരു 53,280 270 റേഞ്ച് ഒരു സ്ട്രോങ് സപ്പോർട്ട് ബൗൺസ് ബാക്ക് ചെയ്യാൻ ചാൻസസ് ഉള്ളൊരു സപ്പോർട്ടാണ്. അവിടെ നിന്ന് നിങ്ങൾക്കൊരു കോൾ ഓപ്ഷൻസൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ മിനിമം ഒരു പ്രോഫിറ്റൊക്കെ കിട്ടും. ഒരു 30 to 40 പോയിൻറ്റ്സ് ഒക്കെ മിനിമം കിട്ടാൻ ചാൻസസ് ഉണ്ട്. ഈ രീതിയിൽ ഇവിടം വരെ ഒന്ന് ബൗൺസ് ചെയ്യാൻ വളരെ ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഇതിൻ്റെ താഴെയാണ് നമ്മൾ മൺഡേ ഓപ്പണിംഗ് ഒക്കെ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി നെഗറ്റീവായിട്ട് താഴോട്ട് വരാൻ ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇത്രയുമാണ് ബാങ്ക് നിഫ്റ്റിയുടെ ലെവലുകൾ. നിങ്ങൾക്ക് ഈ ലെവലുകളൊക്കെ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അത് മറ്റ് പലർക്കും ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കൂടി ഉപകാരപ്പെടും. ഞാൻ ഇനിയും വരുന്ന ഡേയ്സിലൊക്കെ ഒന്ന് ട്രൈ ചെയ്യുന്നതായിരിക്കും കൂടുതൽ വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ നിങ്ങളുടെ ഷെയറും ലൈക്കൊക്കെ എനിക്ക് കൂടുതൽ പ്രചോദനം നൽകിക്കൊണ്ടിരിക്കുന്നതാണ്. സോ ദാറ്റ് ഈസ് ഫ്രം മൈ സൈഡ് ആൻഡ് ഐ ആം സൈനിങ് ഓഫ് ആൻഡ് സീ യു അഗെയിൻ.